ഹലോ, നമ്മുടെ നീറ്റ് ആൻഡ് കീം ബാച്ചിൻ്റെ ഒരു വീക്ക് കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. നമ്മൾ ഫസ്റ്റ് പഠിച്ചത് നമ്മുടെ കെമിസ്ട്രിയുടെ ചാപ്റ്റർ ആയിരുന്നു. അനുമിസ് എടുത്തിരുന്നു. സോളിഡ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു സാറ്റർഡേ പഠിച്ചത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ നോട്ട്സും ലൈവ് ക്ലാസ് വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നിരുന്നു. ആൻഡ് ഓൾസോ നമുക്ക് വർക്ക് ഷീറ്റ്സും തന്നിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും വർക്ക് ഷീറ്റ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കുന്നു. ആൻഡ് സെക്കൻഡ് ക്ലാസ് ഉണ്ടായിരുന്നത് സൺഡേ ആയിരുന്നു. സൺഡേയും കെമിസ്ട്രിയുടെ അനുമിസിൻ്റെ ക്ലാസ് തന്നെയായിരുന്നു. സോളിഡ് സ്റ്റേറ്റ്സിൻ്റെ പാർട്ട് 2 ആണ് അന്ന് മിസ് കംപ്ലീറ്റ് ചെയ്തത്. അതിൻ്റെയും നോട്ട്സും ലൈവ് ക്ലാസ് വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. ആൻഡ് ഓൾസോ വർക്ക് ഷീറ്റും അപ്ലോഡ് ചെയ്തിരുന്നു. പിന്നെ തേർഡ് ക്ലാസ് വന്നത് അന്ന് വൈകിട്ട് തന്നെയായിരുന്നു. നമ്മുടെ ബയോളജിയുടെ അർച്ചന മിസ്സിൻ്റെ ക്ലാസ് ആയിരുന്നു. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ പാർട്ട് 1 ആണ് കംപ്ലീറ്റ് ചെയ്തത്. അതിൻ്റെയും നോട്ട്സും ലൈവ് ക്ലാസ് വീഡിയോസും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നിരുന്നു. ആൻഡ് ഓൾസോ വർക്ക് ഷീറ്റ്സും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് നടത്തിയിരുന്നു. അതിൻ്റെ വിന്നേഴ്സിനെയും കൂടെ നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിന്നേഴ്സായിട്ട് വന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് തനിഷ് അബ്ദുള്ളയ്ക്കാണ്. തനിഷ് അബ്ദുള്ളയ്ക്ക് കിട്ടാൻ പോകുന്നത് 500 റുപ്പീസിൻ്റെ ക്യാഷ് പ്രൈസ് ആണ്. സെക്കൻഡ് പ്രൈസ് കിട്ടിയത് നമ്മുടെ റിൻഷിക്കാണ്. റിൻഷിക്ക് ലഭിക്കാൻ പോകുന്നത് 300 റുപ്പീസിൻ്റെ ക്യാഷ് പ്രൈസ് ആയിരിക്കും. പിന്നെ നമ്മുടെ തേർഡ് പ്രൈസ് വന്നിരിക്കുന്നത് ആലിയ കെയേഴ്സിനാണ്. ആലിയ കെയേഴ്സിന് കിട്ടാൻ പോകുന്നത് 200 റുപ്പീസിൻ്റെ ക്യാഷ് പ്രൈസ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കീം ബാച്ചിന് എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമുക്ക് നോക്കാം. കീം ബാച്ചിൽ നമ്മൾ പഠിച്ചത് കെമിസ്ട്രി ആയിരുന്നു. സാറ്റർഡേ, അതായത് 13th ഓഗസ്റ്റിന് നമ്മൾ കെമിസ്ട്രി അനുമിസിൻ്റെ ക്ലാസ് ആയിരുന്നു ഫോർ സോളിഡ് സ്റ്റേറ്റ്സ്. അതിൻ്റെ പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് നമ്മൾ നോട്ട്സും ലൈവ് ക്ലാസ് വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നിരുന്നു. ആൻഡ് ഓൾസോ വർക്ക് ഷീറ്റും പ്രൊവൈഡ് ചെയ്തിരുന്നു. അതിനുശേഷം വന്നത് സൺഡേ ആയിരുന്നു ക്ലാസ്. അത് അനുമിസിൻ്റെ കെമിസ്ട്രി ക്ലാസ് ആയിരുന്നു. സോളിഡ് സ്റ്റേറ്റ്സിൻ്റെ പാർട്ട് 2 ആണെന്ന് കംപ്ലീറ്റ് ചെയ്തത്. അതിൻ്റെയും നോട്ട്സും ലൈവ് ക്ലാസ് വീഡിയോസും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നിരുന്നു. ആൻഡ് ഓൾസോ വർക്ക് ഷീറ്റ്സും തന്നിരുന്നു. നിങ്ങളെല്ലാവരും വർക്ക് ഷീറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ആൻഡ് തേർഡ് ഉണ്ടായിരുന്നത് നമ്മുടെ മാത്സിൻ്റെ ക്ലാസ് ആയിരുന്നു. അലൻ സാറിൻ്റെ ക്ലാസ് ആയിരുന്നു ഫോർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അതിനും നമുക്ക് നോട്ട്സും ലൈവ് ക്ലാസ് വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്ത് തന്നിരുന്നു. ആൻഡ് ഓൾസോ 15th ഓഗസ്റ്റിന് ഒരു ടെസ്റ്റും കണ്ടക്ട് ചെയ്തിരുന്നു. ആ ടെസ്റ്റിൻ്റെ വിന്നേഴ്സിനെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പ്രൈസ് വന്നിട്ടുള്ളത് ഫൈനാഫ് ഷെരീഫ് ഹംസയ്ക്കാണ്. ഫൈനാഫിന് കിട്ടാൻ പോകുന്നത് 500 റുപ്പീസിൻ്റെ ക്യാഷ് പ്രൈസ് ആയിരിക്കും. ആൻഡ് നമ്മുടെ സെക്കൻഡ് പ്രൈസ് വന്നത് സാനിയയ്ക്കാണ്. സാനിയയ്ക്ക് കിട്ടാൻ പോകുന്നത് 300 റുപ്പീസിൻ്റെ ക്യാഷ് പ്രൈസ് ആയിരിക്കും. ആൻഡ് തേർഡ് പ്രൈസ് വന്നിരിക്കുന്നത് ഗോഡ്ലി കെ മാത്യൂസിനാണ്. ഗോഡ്ലിക്ക് കിട്ടാൻ പോകുന്നത് 200 റുപ്പീസിൻ്റെ ക്യാഷ് പ്രൈസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയുമാണ് കഴിഞ്ഞ വീക്കിൽ കംപ്ലീറ്റ് ചെയ്തത്. ഇനി വരാൻ പോകുന്ന വീക്കിലേക്കുള്ള നമ്മുടെ ടൈം ടേബിൾ കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നീറ്റിൻ്റെ ടൈം ടേബിൾ എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. നീറ്റിൻ്റെ ടൈം ടേബിൾ വരാൻ പോകുന്ന സാറ്റർഡേ, ദാറ്റ് ഈസ് 20th ഓഗസ്റ്റിന് വരാൻ പോകുന്നത് നമ്മുടെ ഫിസിക്സിൻ്റെ ക്ലാസ് ആയിരിക്കും. അലക്സർ എടുക്കാൻ പോകുന്ന ക്ലാസ് ആയിരിക്കും ഫോർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ആ ചാപ്റ്ററിൻ്റെ പാർട്ട് 3യുടെ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത്. ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് വരാൻ പോകുന്നത് സൺഡേ ആയിരിക്കും. സൺഡേ വരാൻ പോകുന്നത് ബയോളജിയുടെ ക്ലാസ് ആണ്. അർച്ചന മിസ് ആയിരിക്കും നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത്. ആൻഡ് ദ ചാപ്റ്റർ വിൽ ബി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്. അതിൻ്റെ പാർട്ട് 3 ആയിരിക്കും നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് വരാൻ പോകുന്നത് ബയോളജിയുടെ അർച്ചന മിസ്സിൻ്റെ ക്ലാസ് തന്നെയായിരിക്കും. അത് 21st വൈകിട്ടായിരിക്കും. ഏതായിരിക്കും? ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ പാർട്ട് 1 ആയിരിക്കും മാം എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയാണ് നീറ്റിന് നമുക്ക് ഈ വീക്കിലേക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് കീമിൽ എന്തൊക്കെയാണ് നമ്മൾ ഈ വീക്കിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. കീമിൽ നമുക്ക് ഫസ്റ്റ് ക്ലാസ് വരുന്ന സാറ്റർഡേ ആണ്. ദാറ്റ് ഈസ് 20th ഓഗസ്റ്റ്. 20th നമുക്ക് വരാൻ പോകുന്നത് ഫിസിക്സിൻ്റെ ക്ലാസ് ആണ്. അലക്സാറിൻ്റെ ക്ലാസ് ആയിരിക്കും ഫോർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അതിൻ്റെ പാർട്ട് 3ൻ്റെ ക്ലാസ് ആയിരിക്കും വരാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് സൺഡേ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നത്തെ വീക്കിൽ പഠിച്ച ചാപ്റ്ററിൻ്റെ വർക്ക് ഷീറ്റും കൂടെ അപ്ലോഡ് ചെയ്ത് തരും. ആൻഡ് നിങ്ങളെല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യുക. ഇത്രയാണ് നമ്മൾക്ക് ഈ വീക്കിൽ വരാൻ പോകുന്നത്. ഇത്രയുള്ള അപ്ഡേഷൻസ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, നല്ല മാർക്സ് മേടിക്കുക, അടിപൊളിയായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കുക.